പവിത്രം സീരിയലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ വേദ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതേ സമയം ശ്രീകാന്ത് ഒരുപാട് സന്തോഷത്തിലാണ്. അങ്ങനെ വിക്രമിന്റെ ഒടുവിൽ പൂട്ടാൻ തനിക്ക് കഴിഞ്ഞു. അവൻ ഇനി ജയിലിൽ തന്നെ ആയിരിക്കും താമസം. വേദയെയും വിക്രമിനെയും തമ്മിൽ പിരിക്കാൻ തനിക്ക് ഏറ്റവും വലിയൊരു ചാൻസ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ശ്രീകാന്ത്. വേദയാണെങ്കിൽ എങ്ങനെയെങ്കിലും വിക്രമിനെ രക്ഷിച്ചെടുക്കണം. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് 101% തന്നെ തനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ള ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വേദ. ശ്രീകാന്ത് ദർശനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും വിക്രമിനെ ആ ജയിലിലിട്ട് പൂട്ടിയേ പറ്റൂ. ഇത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ഇതുവരെയും ഈ വിഷയം എത്തിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വേദയെയും വിക്രമിനെയും പിരിക്കാൻ ഇത് തന്നെയാണ് നല്ലൊരു അവസരം. ഈ അവസരം നമുക്ക് ഒരിക്കലും കൈവിട്ടു പോകാൻ പറ്റില്ല. ഇതിൽ നമ്മൾ എങ്ങനെയെങ്കിലും വിക്രമിനെ പൂട്ടണം എന്നെല്ലാം ദർശനോട് പറയുന്നുണ്ട് ശ്രീകാന്ത്. ദർശൻ പറയുന്നുണ്ട്, ഒരു കേസും ഞാൻ തോൽക്കാൻ വേണ്ടി വാദിക്കാറില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ജയം ഉണ്ടാവണം എന്ന് വിചാരിച്ച് തന്നെയാ ഓരോ കേസും ഞാൻ വാദിക്കുന്നത്. വിക്രമിനെ പൂട്ടണമെന്ന് ഞാനും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ കേസ് എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് തന്നെയാ നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം തന്നെയാ വേണ്ടത്. അതുകൊണ്ട് താൻ എങ്ങനെയെങ്കിലും പരിശ്രമിച്ച് അവനെ പൂട്ടിയേ പറ്റൂ. അപ്പോൾ നമ്മൾക്ക് തന്നെയല്ലേ കൂടുതൽ തെളിവുകളെല്ലാം ഉള്ളത്. അവന്റെ കയ്യിൽ ഇത് ചെയ്തത് അവനല്ല എന്ന് തെളിയിക്കാൻ യാതൊരു തെളിവും ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ദർശൻ പറയുന്നുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്നത് വേദയാണ് കേസ് വാദിക്കുന്നത്. അവൾ ഒന്നും കാണാതെ വെറുതെ കോർട്ടിലോട്ട് വരില്ല. അവൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവൾ കോൺഫിഡൻസോടെ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അവളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് ദർശൻ. ആ സമയത്ത് ശ്രീകാന്തിന് കുറച്ച് പേടിയാവുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ എന്ത് തുറപ്പിച്ചിട്ടായിരിക്കും അവളുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും ഈ കേസ് ജയിച്ചേ മതിയാവൂ എന്ന് രണ്ടുപേരും ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദ വാദിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആദ്യം തന്നെ ചോദ്യം ചെയ്യുന്നത് വിക്രമിനെയാണ്. വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അന്നത്തെ ദിവസം ആ വരുൺ കൊല്ലപ്പെടുന്ന ആ ദിവസം താൻ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, തൻ്റെ കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേദ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ദർശൻ ചോദിക്കുന്നുണ്ട്, താൻ ആ സമയം വരുൺ കൊല്ലപ്പെടുന്ന അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ അതിൻ്റെതായ തെളിവുകളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതേ സമയം വിക്രം പറയുന്നുണ്ട്, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം കള്ള തെളിവുകളാണ്, ഇതെല്ലാം ഇവർ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേദ പറയുന്നത്, എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെ ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതി എനിക്ക് തരണം എന്ന് പറയുമ്പോൾ കോടതി അതിനുള്ള അനുമതി നൽകുന്നുണ്ട്. വേദ ചോദ്യം ചെയ്യുന്നത് സ്വന്തം ഏട്ടനായിട്ടുള്ള ശ്രീകാന്തിനെ തന്നെയാണ്. അങ്ങനെ ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തിനോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് വേദ ചോദിക്കുന്നുണ്ട്, താനാണ് ഈ കൊലപാതകം ചെയ്യിച്ചത് എന്നുള്ള കാര്യം താൻ തന്നെ സമ്മതിച്ചേക്ക് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പൊ ഞാനാണ് കൊലപാതകം ചെയ്തതെന്നാണോ നീ പറയുന്നത്? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വരുണിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു വൈരാഗ്യവും ഒന്നുമില്ല. അവൻ എൻ്റെ ശത്രുവുമല്ല. പിന്നെ എന്തിനാ ഞാൻ അവനെ കൊല്ലുന്നത്? വിക്രമിന്റെ തെറ്റ് എൻ്റെ തലയിൽ ചാർത്താനാണ് ഇപ്പോൾ നീ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇത് നമ്മളുടെ വീടൊന്നും അല്ല, ഇത് കോടതിയാണ്. അങ്ങനെ നിങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, സോറി, എനിക്ക് കോർട്ടിലെ നിയമങ്ങളെക്കുറിച്ചൊന്നും വലിയ വശമില്ല, അതുകൊണ്ടാണ് എന്നെല്ലാം പറയുകയാണ്. ഇതേ സമയം വേദ പറയുന്നുണ്ട്, നിങ്ങളാണ് വരുണിനെ കൊന്നിട്ടുള്ളത് എന്നുള്ളതിനുള്ള തെളിവെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് ദർശൻ പറയുന്നുണ്ട്, എന്നാൽ ആ തെളിവ് നിങ്ങൾ ആദ്യം ഹാജരാക്കണം. കാരണം ഇദ്ദേഹം ആ സമയത്ത് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കക്ഷിയായിട്ടുള്ള ശ്രീകാന്ത് ഈ കുറ്റകൃത്യത്തിൽ തികച്ചും നിരപരാധിയാണ്. ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് വിക്രം തന്നെയാണ്. അതിനുള്ള തെളിവുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് സാക്ഷിയെല്ലാം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിന്റെ സാക്ഷികളായിട്ടുള്ള 2 പേരെ ഹാജരാക്കി അവര് പറയുന്നുണ്ട്, വിക്രം തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, താൻ അത് കണ്ടതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതേ സമയം വേദ പറയുന്നുണ്ട്, ഇവർ കള്ളസാക്ഷികളാണ്, ഈ കള്ളസാക്ഷികളെ പണം കൊടുത്തിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളതാണെന്നുള്ളതെല്ലാം പറയുകയാണ്. അതേസമയം
ദർശൻ ചോദിക്കുന്നുണ്ട്, ഇവർ കള്ളസാക്ഷികളാണെന്നുള്ളതിനുള്ള എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവുകളില്ലാതെ ഒന്നും തന്നെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള വാദങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, ഈ തെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഏട്ടനായിട്ടുള്ള ഈ ശ്രീകാന്താണ് എന്നുള്ളതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് എടുത്ത് കോടതിക്ക് സമർപ്പിക്കുന്നുണ്ട് വേദ. ആ ഫ്രണ്ടിന് ഫോൺ വിളിച്ചിട്ട് ശ്രീകാന്ത് പറയുന്ന റെക്കോർഡിംഗ് ആണ് വേദയുടെ കയ്യിലുള്ളത്. വിക്രമിനെ പൂട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന് അങ്ങനെ വിജയം കാണാൻ പോവുക. നമ്മളാണ് ആ വരുണിനെ കൊന്നത് എന്നുള്ളത് ആരും അറിയാൻ പോകുന്നില്ല. അതിനുള്ള തെളിവുകളൊന്നും ആരുടെ കയ്യിലും ഉണ്ടാവാനും പോകുന്നില്ല. ഇനി അതും പോരാഞ്ഞിട്ട് വിക്രമിനുള്ള എല്ലാ കള്ള തെളിവുകളും കള്ള സാക്ഷികളും ഞാൻ തയ്യാറാക്കിയിട്ടുമുണ്ട്. ഇനി വേദയും വിക്രമും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല. അവൻ്റെ ജീവിതം ഇനി ജയിലിൽ തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ പെങ്ങളുണ്ടല്ലോ ദീപ്തി, അവളും വിശ്വസിച്ചിരിക്കുന്നത് വിക്രം തന്നെയാണ് ഈ വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത്. അവളുടെ കാമുകനെ കൊന്നത് വിക്രം തന്നെയാണെന്നാണ് അവളും വിശ്വസിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ട്. അവൾ തന്നെ വിക്രമിനെ അകത്താക്കാനുള്ള എല്ലാ സഹായവും ചെയ്യും. കാരണം അവളുടെ ഫീലിംഗ്സ് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്നെല്ലാം പറയുന്നുണ്ട്. അവള് സംഭവം എങ്ങനെയായാലും എൻ്റെ പെങ്ങളുടെ ജീവിതം പോകുന്ന കാര്യമൊക്കെ തന്നെയാണ്. എങ്കിലും വിക്രമിനെ പൂട്ടാൻ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ. വരുണിനെ കൊന്നത് നമ്മളാണെന്ന് ഒരാളും അറിയാൻ പോകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വീഡിയോ റെക്കോർഡിങ്ങിൽ ശ്രീകാന്ത് പറയുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഒരു വലിയ തെളിവായിട്ട് തന്നെ കോടതിയിൽ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ദീപ്തി സത്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ വിക്രമേട്ടനല്ല, എൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ് തൻ്റെ കാമുകനായിട്ടില്ല വരുണിനെ കൊന്നത് എന്ന് ആ കോടതി മുറിയിൽ വെച്ച് മനസ്സിലാക്കുന്നുണ്ട് ദീപ്തി മനസ്സിൽ ഒരുപാട് മാപ്പ് ചോദിക്കുന്നുണ്ട് വിക്രമിനോട്. തൻ്റെ ഏട്ടനായിട്ടുള്ള ശ്രീകാന്തിനോടാകട്ടെ ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് ദീപ്തിക്ക്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഈ വീഡിയോ റെക്കോർഡിങ്ങിലൂടെ തന്നെ ഈ വിക്രത്തിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിക്രമല്ല ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് വേദ. ഇതെല്ലാം ഫേക്കാണ് എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. എന്നാൽ ഇതിലുള്ള വോയിസും ഇതിലുള്ള ഈ ആളും നിങ്ങൾ തന്നെയല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് വേദ. പക്ഷേ ഇതെല്ലാം നിങ്ങൾ എങ്ങനെയോ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, ഞാനല്ല ഇത് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം വീണ്ടും പറയുന്നുണ്ട് ശ്രീകാന്ത്. ദർശനും അതേപോലെ തന്നെ വേദയുടെ തെളിവുകളെല്ലാം കള്ള തെളിവുകളാണ് എന്നുള്ള രീതിക്കെല്ലാം വാദിക്കുന്നുണ്ട്. എന്നാൽ വേദ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. തൻ്റെ വിക്രമിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള തീരുമാനത്തോടെ തന്നെ ഉറച്ചു നിന്ന് തന്നെ പോരാടുന്നുണ്ട് വേദ. അങ്ങനെ വിക്രമിന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കപ്പെടുന്നുണ്ട്. ശ്രീകാന്താണ് വരുണിനെ കൊന്നത് എന്നുള്ളതും കോടതിയിൽ തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെ ദീപ്തി ഒരുപാട് കരഞ്ഞുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട്, ഏട്ടൻ ഈ കുറ്റം ചെയ്തിട്ടില്ലെന്ന് എന്നോട് ചേച്ചി ഒരുപാട് തവണ പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഞാൻ ഏട്ടൻ തന്നെയാണ് കൊന്നതെന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എൻ്റെ സ്വന്തം ഏട്ടൻ തന്നെയാണ് എൻ്റെ ജീവിതം തകർത്തത്. എൻ്റെ വരുണിനെ കൊന്നത് ശ്രീകാന്തേട്ടനാണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം ഏട്ടാ, ഞാൻ ഏട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടെല്ലാം ഉണ്ട്, അതിനെല്ലാം എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, വിക്രം ഇത്രയൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് ഞാൻ ഉറച്ച തീരുമാനം എടുത്തത്. ഇപ്പോൾ എനിക്ക് ആ തീരുമാനത്തിൽ എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെയും വിക്രമിനെയും അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഏട്ടൻ ഇത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്തത്. അതും എൻ്റെ ജീവിതം പോലും ആലോചിക്കാതെയാണ് ഏട്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്നേഹബന്ധം തകർക്കാൻ വേണ്ടി ഏട്ടൻ ശ്രമിച്ചത്. ഇപ്പൊ കണ്ടില്ലേ, ദൈവം നീതിയുടെ ഒപ്പം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഏട്ടൻ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നിയതും അതെല്ലാം റെക്കോർഡ് ചെയ്ത് എനിക്ക് വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞതും. എങ്ങനെയെങ്കിലും വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള എൻ്റെ ലക്ഷ്യം ഇപ്പോൾ സഫലമായിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദ. ഇതേ സമയമാണ് ദർശൻ വരുന്നത്. ദർശൻ വേദയോട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, നിനക്കറിയാലോ കേസുകളെല്ലാം നമ്മൾ അതിൻ്റെതായ രീതിക്ക് വേണം എടുക്കാൻ. ഇതിൽ നീ ജയിച്ചു, ഏതായാലും കൺഗ്രാറ്റ്സ് എന്നെല്ലാം പറയുകയാണ്. വേദ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളൂ. ദർശന്റെ ജോലിയാണ് ചെയ്തത്, അതേപോലെ തന്നെ ഞാനും എൻ്റെ ജോലി തന്നെയാണ് ചെയ്തത്. നമ്മളുടെ ജോലിയിൽ നമ്മൾ 100% ആത്മാർത്ഥത പുലർത്തണമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ദർശനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട് വേദ.
വിക്രം പറയുന്നുണ്ട്, ഈ നിരപരാധിത്വം തെളിയിക്കാൻ നീ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, ആ ചെയ്യൊക്കെ വേണം, അതെല്ലാം ഞാൻ പിന്നെ പറയാം, ഇപ്പം ഏതായാലും നമുക്ക് വീട്ടിലോട്ട് പോകണം. കാരണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും അറിയണം. അച്ഛൻ്റെ അടുത്ത് പോകണം. അച്ഛന് ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും. വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛൻ തന്നെയായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് വേദ. അങ്ങനെ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.